SIR കാരുടെ വോട്ടർ പട്ടികയിൽ പരാതികളും ആക്ഷേപങ്ങളും ഇന്നു മുതൽ നമുക്ക് അറിയിക്കാം. പട്ടികയിൽ നിന്ന് പുറത്തായോ എന്ന് പൊതുജനങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയാൽ അറിയാം. നിയോജകമണ്ഡലം, ബൂത്ത് എന്നിവയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പരിശോധന നടത്താം. ബൂത്ത് തലത്തിൽ പട്ടികയുടെ PDF ഡൗൺലോഡ് ചെയ്തും കരട് പരിശോധിക്കാം. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN, ഹാപ്പി ക്രിസ്മസ്. എന്തായാലും SIR നടപടിക്രമങ്ങൾ അതിൻ്റെ രീതിയിൽ അവധി ദിവസങ്ങളൊക്കെ ആണെങ്കിലും ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നു പോകാൻ പോവുകയാണ്. ഇന്നലെയാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. കരടിൽ 2,54,43,352 വോട്ടർമാർ ഇടം പിടിച്ചിട്ടുണ്ട്. ഇനി അതിൽ തന്നെ 24,08,000 പേർ ഈ വോട്ടർ പട്ടികയിൽ നിന്ന്, കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. സ്വാഭാവികമായി 24,08,000 പേർക്ക് ഇനി വോട്ടർ പട്ടികയിൽ ചേരണമെങ്കിൽ ഈ ഒരു മാസക്കാലം, അതായത് കൃത്യമായി പറഞ്ഞാൽ ജനുവരി 22 വരെയുള്ള സമയം മാത്രമേ ഉള്ളൂ. ഈ സമയങ്ങളിൽ അപേക്ഷകൾ നൽകാം, പരാതികൾ ഉണ്ടെങ്കിൽ പരാതികൾ സമർപ്പിക്കാം. മറ്റാരെങ്കിലും അനധികൃതമായി വോട്ടർ പട്ടികയിൽ ചേർന്നിട്ടുണ്ട്, അത്തരമൊരു ആക്ഷേപം ഉണ്ടെങ്കിൽ ആക്ഷേപവും നൽകാം. അതുകൊണ്ട് തന്നെ ഓരോ വോട്ടർമാരും ഇനിയുള്ള ദിവസം, പ്രത്യേകിച്ച് ഇന്ന് തന്നെ പരമാവധി തൻ്റെ പേര് തൻ്റെ ബൂത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണം. അതിന് 3 പ്രധാന വഴിയാണുള്ളത്. ആദ്യം ഇലക്ട്രൽ ECI.gov.in എന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത ശേഷം പ്രധാനമായി 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നമ്മുടെ ഫോൺ നമ്പർ തന്നെ നൽകി നമുക്ക് നമ്മുടെ പേര് ഉണ്ടോ എന്ന് പരിശോധിക്കാം. 2, നമ്മുടെ വോട്ടർ ID, പഴയ വോട്ടർ IDയിലെ എപ്പിക് നമ്പർ സെർച്ചിൽ നൽകി നമ്മുടെ വോട്ടർ ID പേരിൽ ചേർത്തിട്ടുണ്ടോ എന്ന് സംശയിക്കാം. 3ാമത്, ലോഗിനിൽ നമ്മുടെ പേരും നമ്മുടെ ബന്ധുവിൻ്റെ പേരും, അതായത് 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന ബന്ധുവിൻ്റെ പേരും എല്ലാം നൽകി ലോഗിൻ ചെയ്ത് നമുക്ക് പരിശോധിക്കാം. ഈ 3 വഴികളാണുള്ളത്. 4ാമത്തെ വഴി, കഴിഞ്ഞ ദിവസം തന്നെ എല്ലാ ജില്ലാ അടിസ്ഥാനത്തിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ഓരോ നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ അനുസരിച്ചുള്ള വോട്ടർ പട്ടികയുടെ കരട് കൊടുത്തിട്ടുണ്ട്, പ്രിന്റ് ഔട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായി രാഷ്ട്രീയ പാർട്ടികളും പരിശോധിക്കും തങ്ങളുടെ വോട്ടർമാർ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് മിസ്സായിട്ടുണ്ടോ എന്നെല്ലാം. എന്തായാലും ഈ 2,54,00,000 പേർക്കും പൂർണ്ണമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു എന്ന് പറയാനും കഴിയില്ല. 19,32,000 പേർക്ക് ഇപ്പോഴും പൂർണ്ണമായി അവരുടെ രേഖകൾ വെരിഫൈ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതായത് 2002 അവരുടെ ബന്ധുവിൻ്റെ വോട്ടർ IDയുമായി ഈ ബന്ധം കൃത്യമായി സ്ഥാപിക്കാൻ കഴിയാത്തവർക്ക് 19,32,000 പേർക്ക് ഇനി ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് നൽകും. അവർ നോട്ടീസ് നൽകിയതിനനുസരിച്ച് വീണ്ടും അവർ ആവശ്യപ്പെടുന്ന, പ്രത്യേകിച്ച് ഓരോ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ ആവശ്യപ്പെടുന്ന രേഖകൾ സമർപ്പിക്കണം. രേഖകൾ സമർപ്പിച്ച് അത് അപ്രൂവ് ആയാൽ മാത്രമേ അന്തിമ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുകയുമുള്ളൂ. ഏതെങ്കിലും രീതിയിൽ EROമാർ എന്ന് പറയുന്ന നിയോജക മണ്ഡലം അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ചുമതലക്കാരനാണ്. ERO തൻ്റെ ഈ ഒരു അപ്പീൽ തള്ളിക്കഴിഞ്ഞാൽ ജില്ലാ കളക്ടർക്ക് അപ്പീൽ നൽകാം. ജില്ലാ കളക്ടർ അപ്പീൽ നൽകി കഴിഞ്ഞാൽ ഒപ്പം ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് അപ്പീൽ നൽകാം. ഇതാണ് രീതി. എന്തായാലും ഇനിയുള്ള ഒരു മാസക്കാലം ഏറ്റവും നിർണായകമാണ്. ഓരോ വോട്ടർക്കും അവരുടെ സമ്മതിദാന അവകാശം നിറവേറ്റാൻ, അവർ ഈ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അവരുടെ ഏറ്റവും പ്രധാന ഉത്തരവാദിത്വം നിറവേറ്റാൻ താൻ വോട്ടർ പട്ടികയിൽ അംഗമാകണം. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഈ ഒരു മാസം ഇനി മുന്നോട്ട് പോവുക. SKN, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.